നമസ്കാരം, ഹക്കീം നരിക്കോട്ടിലാണ്. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഇനി മാറ്ററിലേക്ക് വരാം. കഴിഞ്ഞ വർഷം എനിക്കിങ്ങനെ ഒരു കോള് വരലുണ്ടായി. ഹക്കീം, എൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്ത ഇരിക്കുകയാണ്, അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് കൊണ്ട് ആ കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ ഓക്സിജൻ സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻവെർട്ടർ വാങ്ങിക്കാനുള്ള സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫാമിലിയായിരുന്നു അവർ. സാധാരണയായിട്ട് എനിക്ക് അവരിനെ അറിയുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം അത് ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം ആ കുട്ടീൻ്റെ അവസ്ഥ എനിക്ക് ശരിക്കും അറിയാം എന്നുള്ളൊരു കാര്യം. ആ കുട്ടി മരണപ്പെടുകയുണ്ടായി. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തെല്ലാം പുതിയ ഇൻവെർട്ടറുകളും ബാറ്ററികളൊക്കെയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വില വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പുതിയത് കൊണ്ട് വെച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് എന്തായാലും കഴിയില്ല. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ, എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടർ തൽക്കാലം ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കലുണ്ടായി. വെച്ചിട്ട് അവരുടെ കുട്ടി മരണപ്പെട്ടു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായൊരു കേസാണ്. അപ്പോൾ അന്ന് ഞാൻ പ്ലാൻ ചെയ്താണ് എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും മാസം ചെറിയൊരു സംഖ്യ ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരു 2 ഇൻവെർട്ടറെങ്കിലും മാറ്റി വെക്കണം, തികച്ചും സൗജന്യമായിട്ട്. അതായത് ആർക്കാണോ, അതായത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണെങ്കിൽ അവർ ഈ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു, തികച്ചും സൗജന്യമായിട്ട്. ഇങ്ങനെ ആവശ്യമുള്ള ഫാമിലി ആണെങ്കിൽ ഞങ്ങളത് നോട്ട് ചെയ്ത് ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ അവിടെ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഒന്നും ഇതും തരേണ്ട ആവശ്യമില്ല, ഒന്നും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിളിക്കണം. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ. കോങ്ങാട് പഞ്ചായത്ത്, അതുപോലെ കേരളശ്ശേരി പഞ്ചായത്ത്, അതുപോലെ മണ്ണൂർ പഞ്ചായത്ത്, ഈ ഏരിയകളിലേക്കാണ് ഇത് കൂടുതലായിട്ട് എത്തേണ്ടത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ വിളിക്കണം. അപ്പോൾ അവരുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായതിന് ശേഷം മാത്രമാണ് ആ ഇൻവെർട്ടർ തിരിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ താങ്ക് യു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.